വെള്ളത്തിന് പകരം നെയ്യ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രം. ഇന്ത്യയിലെ ഈ അത്ഭുത ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നൂറ്റാണ്ടുകളുടെ ചരിത്രവും വിശ്വാസവും അതേപോലെ തന്നെ വാസ്തുവിദ്യയുടെ അത്ഭുതങ്ങളും ഒത്തുചേർന്ന അനേകം ക്ഷേത്രങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഇതിൽ തന്നെ ചില ക്ഷേത്രങ്ങൾ ഐതിഹ്യങ്ങളാൽ പ്രശസ്തമാണെങ്കിൽ മറ്റു ചിലത് നിർമ്മാണത്തിലെ വിസ്മയങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അത്തരത്തിൽ വെള്ളത്തിന് പകരം ആയിരക്കണക്കിന് കിലോ നെയ്യ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പുരാതന ക്ഷേത്രവും ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. രാജസ്ഥാനിലെ ബിക്കാനീറിൽ സ്ഥിതി ചെയ്യുന്ന ബണ്ടാസർ ക്ഷേത്രത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. എന്ന് വെച്ചാൽ ഏതാണ്ട് 550 വർഷം പിന്നിട്ടിട്ടും ഈ ക്ഷേത്രത്തിലെ അപൂർവമായിട്ടുള്ള നിർമ്മാണ ചരിത്രം ഇന്നും സന്ദർശകരെ അമ്പരപ്പിക്കുന്നു എന്നുള്ളതാണ്. ക്ഷേത്ര നിർമ്മാണത്തിനായിട്ട് ചുണ്ണാമ്പ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ വെള്ളത്തിന് പകരം ഏകദേശം അന്നത്തെ കാലത്ത് 40,000 കിലോ വരുന്ന ശുദ്ധമായിട്ടുള്ള നെയ്യ് ഉപയോഗിച്ചെന്നാണ് വിശ്വാസം തന്നെ. 1468 സമ്പന്നനായിട്ടുള്ള ജെയിൻ വ്യാപാരി ബണ്ടാസ സോളിൻ്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ബിക്കാനീരിയയിൽ വലിയ ജലക്ഷാമം നേരിട്ടിരുന്നു. തുടർന്നാണ് വെള്ളത്തിന് പകരം നെയ്യ് ഉപയോഗിച്ചതെന്ന് കണക്കാക്കുന്നത്. അന്നത്തെ കാലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു നിർമ്മാണം നടക്കുന്ന സമയത്ത് 1468 അതായത് ഒരു തുള്ളി നെയ്യ് ശ്രദ്ധാപൂർവം ഈ ബണ്ടാസ എന്ന് പറയുന്ന നിർമ്മാണ പ്രവർത്തകൻ അത് സൂക്ഷിച്ചു വെച്ചതിന് ബണ്ടാസയെ ഒരു വാസ്തുശില്പി പരിഹസിച്ചതായിട്ട് ചിലർ പറയുന്നുണ്ട്. ഇതിന് മറുപടിയായിട്ട് വ്യാപാരി നെയ്യ് ഉപയോഗിച്ച് മുഴുവൻ ക്ഷേത്രവും പണിയുകയായിരുന്നു എന്നാണ് ചില വിശ്വാസങ്ങളും. എന്നാൽ ക്ഷേത്രം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ 1514 അതായത് ബണ്ടാസ ഒസോൾ അന്തരിച്ചു എന്നുള്ളതാണ്. അയാൾ മരിച്ചതിന് ശേഷം 1554 ക്ഷേത്രത്തിൻ്റെ പണി പിന്നീട് പൂർത്തിയായത് തന്നെ. വർഷങ്ങൾ ഇത്രത്തോളം പിന്നിട്ടിട്ടും കടുത്ത വേനൽക്കാലത്ത് ക്ഷേത്രത്തിൻ്റെ കൽത്തറയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് ഇന്നും നെയ്യോ വെണ്ണയോ പുറത്തേക്ക് ഊറി വരുന്നതായിട്ട് പറയപ്പെടുന്നു. ജൈനമതത്തിലെ തന്നെ 5ാമത്തെ തീർത്ഥങ്കരനായിട്ടുള്ള സുമതിനാഥനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. മാത്രമല്ല, രാജസ്ഥാൻ്റെ മനോഹരമായിട്ടുള്ള കലാശൈലിയും അതേപോലെ തന്നെ വാസ്തുവിദ്യയും ഈ ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ കാണാമെന്നുള്ളതാണ്. മേൽക്കൂരകളിലാകട്ടെ ഫ്രെസ്കോ ചിത്രങ്ങൾ, കണ്ണാടി അലങ്കാരങ്ങൾ, സ്വർണ്ണ തകിടുകൾ ഉപയോഗിച്ചിട്ടുള്ള ചിത്രപ്പണികളും ക്ഷേത്രത്തിൽ കാണാമെന്നുള്ളതാണ്. ജൈനമതത്തിലെ 24 തീർത്ഥാങ്കന്മാരുടെ ചിത്രങ്ങളും ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്.